ബഡ്ഡിംഗ് പരിശീലനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ ബഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ തന്നെ കത്തി കഴുകി വൃത്തിയാക്കി വെയിലത്ത് ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കത്തി നന്നായിട്ട് ഉണങ്ങിയ ശേഷം എടുത്ത് ബഡ്ഡിങ്ങിന് ഉപയോഗിക്കുന്നു. നമ്മുടെ റൂട്ട് സ്റ്റോക്ക് എടുത്തു വച്ചിട്ടുണ്ട്. കത്തികൾ, അതേപോലെ നമുക്ക് ഉപയോഗിക്കേണ്ട ബഡ് നമ്മൾ ചുറ്റിക്കെട്ടാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നട എല്ലാം എടുത്തു വെച്ച് നമ്മൾ ബഡ്ഡിങ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ബഡ്ഡിങ് ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ റൂട്ട് സ്റ്റോക്കിൽ കൂടുതലുള്ള ഇലകളെല്ലാം മാറ്റണം. അതേപോലെ റൂട്ട് സ്റ്റോക്ക് ചെറുതായിട്ടൊന്ന് പൊടികളുണ്ടെങ്കിൽ അതൊന്ന് പോകത്തക്ക രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട്, കൈകൊണ്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആദ്യം റൂട്ട് സ്റ്റോക്കിൽ ദീർഘചതുരാകൃതിയിൽ ഒരു മുറിവുണ്ടാക്കി അതിൻ്റെ തോല് പകുതി പൊളിച്ച് റെഡിയാക്കി നിർത്തിയിട്ട് ബഡ്വുഡിൽ നിന്ന് മുകുളം എടുക്കാം. റൂട്ട് സ്റ്റോക്കിലെ തോല് ഏകദേശം നീങ്ങി കിട്ടിയിട്ടുണ്ട്. അത് തിരിച്ച് അതേ പൊസിഷനിൽ ഒട്ടിച്ചു വെച്ചിട്ട് നമ്മൾ ബഡ്വുഡിൽ നിന്ന് നല്ലൊരു മുകുളം നോക്കി സെലക്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. മുള പൊട്ടി വന്നിട്ടില്ലാത്ത, തൊലിപ്പുറത്ത് കേടുകളൊന്നുമില്ലാത്ത നല്ലൊരു മുകുളം നോക്കി നമുക്ക് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് അടർത്തിയെടുക്കാം. മുകുളം എടുത്ത ശേഷം മുകുളം 4 സൈഡും നമുക്ക് ചെത്തി വൃത്തിയാക്കി അത് ബഡ്ഡിങ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ മുകുളം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അത് ചെത്തി വൃത്തിയാക്കി എടുക്കണം 4 ഭാഗവും. അതിനുശേഷം കൂടുതലുള്ള ഇലഞ്ഞെട്ടിൻ്റെ ഭാഗവും കൂടെ കട്ട് ചെയ്ത് നമുക്ക് റൂട്ട് സ്റ്റോക്കിലുള്ള തോല് പൂർണ്ണമായും നീക്കം ചെയ്യണം. അതിനുശേഷം എടുത്ത മുകുളത്തിൻ്റെ നീളവും വീതിയും നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ നിന്നെടുത്ത തോലിൻ്റെ നീളത്തിനേക്കാളും വീതിയേക്കാളും കുറവാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം റൂട്ട് സ്റ്റോക്കിൽ ഈ എടുത്ത മുകുളം വെച്ച് പ്ലാസ്റ്റിക് നാട ഉപയോഗിച്ച് കെട്ടുകയാണ്. ആദ്യത്തെ 2 കെട്ട് ചുറ്റ് നമ്മൾ മുകുളത്തിൻ്റെ മുകളിൽ കൂടെ നല്ല ടൈറ്റായിട്ട് ചുറ്റണം. അതിനുശേഷം ആ നാട മുകുളത്തിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുവന്ന് റൂട്ട് സ്റ്റോക്കിലുള്ള മുറിവ് താഴെ ഭാഗത്ത് കവർ ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് ചുറ്റി റൂട്ട് സ്റ്റോക്കിലുള്ള മുറിവ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ ചുറ്റി, അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നാട നന്നായിട്ട് വലിച്ച് നൂല് പോലെ ആക്കി ചുറ്റി കെട്ടി ഉറപ്പിക്കുകയാണ്. അപ്പോൾ ബഡ്ഡിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമ്മളുടെ മുകുളം റൂട്ട് സ്റ്റോക്കിൽ വെച്ച് പ്ലാസ്റ്റിക് നാട ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റാക്കി കെട്ടി വച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലുള്ള ഇലകൾ നമുക്ക് നീക്കം ചെയ്ത് കളയണം. ബഡ്ഡിങ് തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അവസാനമോ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ബഡ് ചെയ്ത് വെക്കുമ്പോൾ ഈ ഇലകൾ നീക്കം ചെയ്യുന്നതിൻ്റെ കാരണം ബഡ് ചെയ്ത ഭാഗത്ത് വെയിലടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ റൂട്ട് സ്റ്റോക്ക്, ബഡ് ചെയ്ത റൂട്ട് സ്റ്റോക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ ബഡ് ചെയ്ത ഭാഗത്ത് വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് ദിവസവും നനച്ചു കൊടുക്കണം. റൂട്ട് സ്റ്റോക്ക് ഒരിക്കലും വാടാൻ പാടില്ല. അടുത്തൊരു റൂട്ട് സ്റ്റോക്കിൽ കൂടെ ബഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം ബഡ് ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്.
നമ്മളെടുത്ത ബഡിൻ്റെ നീളം കൂടുതലായതുകൊണ്ട് അത് ഒന്നുകൂടെ ചെത്തി നീളം കുറച്ചിട്ട് വയ്ക്കുന്നതാണ് കണ്ടത്. അതേപോലെ മുകുളം റൂട്ട് സ്റ്റോക്കിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുകുളത്തിൻ്റെ മുള വരുന്ന ഭാഗം മുകളിലേക്ക്, അതായത് ഇലയുള്ള ഭാഗത്തേക്ക് വരത്തക്കവണ്ണം വേണം മുകുളം നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ വയ്ക്കാനായിട്ട്. അതായത് ഈ മുകുളം ഒരു മരത്തിൻ്റെ കമ്പിൽ എങ്ങനെ ഇരുന്നുവോ അതേ ഡയറക്ഷനിൽ മുകളിലോട്ട് വരുന്ന ഭാഗം റൂട്ട് സ്റ്റോക്കിലും മുകളിലോട്ട് വരത്തക്ക രീതിയിൽ വേണം ഈ മുകുളം പ്ലേസ് ചെയ്യാനായിട്ട്. അത് തിരിഞ്ഞു പോയാൽ മുള വരുമ്പോൾ അത് തലകീഴായി വരാനും അങ്ങനെ ആ ബഡിങ് ഫെയിലിയർ ആകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുകുളം റൂട്ട് സ്റ്റോക്കിൽ വയ്ക്കുമ്പോൾ അത് ശ്രദ്ധാപൂർവം നേരായ ദിശയിൽ തന്നെ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത റൂട്ട് സ്റ്റോക്കിൽ ബഡിങ് കാണിക്കുന്നതോടൊപ്പം ചില കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ. ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ബഡിങ് രീതി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ബഡിങ് ചെയ്ത് പരിചയമുള്ള ആളുകളോട് സംസാരിച്ചതിലൂടെയും എനിക്ക് കിട്ടിയ അറിവുകളാണ്. അതോടൊപ്പം ഞാൻ ചെയ്ത് പ്രായോഗികമായി ഇത് പ്രാവർത്തികമാക്കാൻ പറ്റും, അല്ലെങ്കിൽ ബഡിങ് സക്സസ് ആക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. താല്പര്യമുള്ളവരെല്ലാവരും ഈ രീതിയിൽ ബഡ് ചെയ്ത് നോക്കുക. അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഈ നാടൻ പ്ലാവിൻ്റെ തൈകൾ ബഡിങ്ങിലൂടെ ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കൂടെ ബഡിങ്ങിനും എല്ലാം കൂടെ നിൽക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തോട്ടങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തൈകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഇനത്തിൻ്റെയും 2-3 തൈകൾ മാത്രമാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. പിടിച്ചു കിട്ടുന്ന തൈകളിൽ നിന്ന് നല്ല കരുത്തുള്ള മുളകൾ വരുന്നത് നിലനിർത്തിയിട്ട് അധികമുള്ളവ വേറൊരു ഇനം ബഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് പതിവ്. ചുരുക്കം ചില അവസരങ്ങളിൽ പ്ലാവിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് 5-6 തൈകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതല്ലാതെ നമ്മൾ നാടൻ പ്ലാവിൻ്റെ തൈകൾ വിൽപ്പന ചെയ്യാറില്ല. അടുത്തൊരു കാര്യം പറയാനുള്ളത്, ബഡിങ് എന്നത് വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. കൊച്ചുകുട്ടികൾക്ക് വരെ അല്പം ഒരു പരിശീലനം ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ബഡിങ് ചെയ്ത് തൈകൾ ഉണ്ടാക്കാൻ സാധിക്കും. ബഡിങ്ങിലൂടെ നമുക്ക് മാതൃവൃക്ഷത്തിൻ്റെ തനത് ഗുണങ്ങളുള്ള തൈകൾ കിട്ടുന്നതാണ്. ബഡിങ് ചെയ്യാനായിട്ട് വളരെ വലിയ സാങ്കേതിക പരിജ്ഞാനമോ മഴമറയോ അല്ലെങ്കിൽ ലബോറട്ടറി സെറ്റപ്പോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ സാധാരണ പറമ്പുകളിൽ അത്യാവശ്യം തണലുള്ള സ്ഥലങ്ങളിൽ വെച്ച് നമുക്ക് ബഡിങ് ചെയ്ത് നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പ്രായോഗികമായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സക്സസ് റേറ്റ് കിട്ടുന്ന ഒന്നാണ് ബഡിങ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി ബഡിങ് ചെയ്ത ശേഷം ഈ തൈകൾ ഞാൻ സൂക്ഷിച്ചു വയ്ക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലൊരു ചെറിയ നഴ്സറി സെറ്റപ്പിലാണ് ഞാനിത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ മഴമറയോ അല്ലെങ്കിൽ ഷെയ്ഡ് നെറ്റോ കെട്ടിയിട്ടില്ല. ഇത് തണലുള്ള സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ വെയിലടിക്കുന്നുണ്ട് ആ കമ്പുകളിൽ. രാവിലെ ഒരു 10 മണി വരെയുള്ള സമയങ്ങളിൽ വെയിൽ നേരിട്ട് ഈ ബഡ് ചെയ്ത ഭാഗങ്ങളിൽ അടിക്കുകയും അതിന് ശേഷമുള്ള വെയിൽ അടിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ആ തൈകൾ ഇരിക്കുന്നത്. ബഡ് ചെയ്ത ശേഷം തൈകൾ വയ്ക്കുമ്പോൾ ചെറിയ രീതിയിൽ ഇതുപോലെ വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ ഓപ്പൺ എയറിൽ വെച്ചാൽ മതിയാവുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേകം ഷെഡുകളോ അല്ലെങ്കിൽ മഴമറയോ ഷെയ്ഡ് നെറ്റ് കെട്ടിയിട്ടുള്ള സംവിധാനങ്ങളോ ഒന്നും ആവശ്യമില്ല.
അതുപോലെ തന്നെ ഇത് എല്ലാ ദിവസവും കൃത്യമായി നനച്ചു കൊടുക്കുന്നുണ്ട്. സ്പ്രിങ്ക്ലർ വെച്ചിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് മഴയില്ലാത്ത ദിവസങ്ങളിൽ. നിങ്ങൾക്ക് കാണാം ഈ ബഡ് ഇത് ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള അവസ്ഥയാണ്. ബഡ് അത് ഏകദേശം പിടിച്ചിട്ടുണ്ട്. ഇതൊരെണ്ണം ചെയ്ത് ഒരു 30 ദിവസത്തിന് ശേഷമുള്ള അവസ്ഥയാണ്. ഇത് പിടിച്ച ബഡാണ്. പച്ച കളറ് നിങ്ങൾക്ക് ബഡ്ഡിംഗ് ടേപ്പിൻ്റെ ഉള്ളിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ പിടിച്ച ബഡ്ഡുകൾ 30 ദിവസത്തിന് ശേഷം നമ്മൾക്ക് ഈ ടേപ്പ് അഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 35 ദിവസത്തിന് മുൻപ് നമ്മൾ ഏകദേശം ഒരു 2 ഇനം പ്ലാവിൻ്റെ ബഡ് കൊണ്ടുവന്ന് തൈകളിൽ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ അഴിച്ചു നോക്കുകയാണ്. ഏകദേശം 18ഓളം തൈകളിലാണ് ഒരു 35 ദിവസം മുമ്പ് ഞാൻ 2 ഇനങ്ങൾ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബഡ് ചെയ്തപ്പോൾ കെട്ടിയ പ്ലാസ്റ്റിക് ടേപ്പ് സാവധാനം നമുക്ക് ഓരോ തൈയിൽ നിന്നും അഴിച്ചെടുക്കാം. ഇങ്ങനെ അഴിച്ചെടുത്ത ശേഷം നമുക്ക് ആ ബഡ് പച്ച കളറിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് പിടിച്ച ബഡാണെന്നാണ്. ബഡ് ചെയ്ത തൈകളിൽ നമ്മൾ വെച്ചു കൊടുത്ത മുകുളം 14 ദിവസത്തിന് ശേഷം പച്ച കളറിൽ ഉണ്ടെങ്കിൽ അത് ഏകദേശം പിടിച്ച ബഡാണ്. ഒരു 90% ആ ബഡ് പിടിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ചീത്തയായി പിടിക്കാതെ പോകുന്ന ബഡുകളിൽ ഭൂരിഭാഗവും 2 ആഴ്ച കൊണ്ട് കറുത്ത് ചീഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് ബഡ് പിടിച്ച് കിട്ടിയ റൂട്ട് സ്റ്റോക്കുകൾ ബഡ് പിടിച്ചതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ മാത്രമാണ് ഈ ബഡിൽ നിന്ന് പുതിയ മുകുളങ്ങൾ പൊട്ടി വരികയുള്ളൂ. നമ്മൾ ഇതുപോലെ ബഡ് പിടിച്ച് റൂട്ട് സ്റ്റോക്കിൽ മാത്രമാണ് ഇതുപോലെ തലഭാഗം കട്ട് ചെയ്ത് വയ്ക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബഡ് ഇത് ചീത്തയായതാണ്, ചീഞ്ഞു പോയ ബഡാണ്. അത് അഴിക്കുമ്പോൾ കാണിച്ചു തരാം. അത് കറുത്ത് പോയിട്ടുണ്ട്. ഇതൊരു 14 ദിവസത്തിനുള്ളിൽ നമുക്കിത് കറുത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബഡുകൾ നമ്മൾ കെട്ടിയിരിക്കുന്ന ടേപ്പ് അഴിച്ചു മാറ്റിയ ശേഷം നമ്മൾ തലഭാഗം കട്ട് ചെയ്യാതെ റൂട്ട് സ്റ്റോക്ക് അതേപോലെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും അതിനകത്ത് ബഡ് ചെയ്യാൻ സാധിക്കും. വേറൊരു ഇനത്തിൻ്റെ വുഡ് കിട്ടുമ്പോൾ നമുക്കതിൽ ബഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ തലഭാഗം കട്ട് ചെയ്യാതെ വയ്ക്കുകയാണ് പതിവ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ബഡ് ചെയ്ത ശേഷം തൈകൾ വച്ചിരിക്കുമ്പോൾ ഈ തൈകൾ കാറ്റടിച്ച് ഒത്തിരി ആടി ഉലയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ കാറ്റടിച്ച് ഈ കമ്പുകൾ ആടി ഉലയുകയാണെങ്കിൽ നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് എടുത്ത തോലിന് പകരമായിട്ടുണ്ടാകുന്ന പുതിയ തോല് അതിൽ പൊട്ടലുകൾ വീഴാനും അതേപോലെ തന്നെ നമ്മൾ വെച്ച മുകുളം റൂട്ട് സ്റ്റോക്കിൽ കൂടി ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വിട്ടുപോരാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ബഡ് ഫെയിലിയർ ആകും. അപ്പോൾ നമ്മൾ ബഡ് ചെയ്ത ശേഷം ഈ തൈകൾ വയ്ക്കുമ്പോൾ അത് കാറ്റത്ത് ആടി ഉലയാത്തൊരവസ്ഥയിൽ വയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഇതിൻ്റെ കൂടുതലുള്ള ഇലകൾ റിമൂവ് ചെയ്ത് എടുത്തു കളയുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളിത് വയ്ക്കുമ്പോൾ കൂട്ടമായിട്ട് വയ്ക്കണം. അതിനുശേഷം നമ്മളിതൊരു വള്ളി ഉപയോഗിച്ച് കെട്ടി മറിഞ്ഞു വീഴാതെ കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 1-2 ബഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറ്റി അടിച്ചിട്ട് അതിൽ കെട്ടി വയ്ക്കാം. ഈ കാറ്റത്ത് ആടി ഉലഞ്ഞ് അത് ബഡ് ചെയ്തത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് പ്രയോജനപ്പെടും. ഒരു ബാച്ചിൽ ചെയ്ത 18 തൈകളുടെയും പ്ലാസ്റ്റിക് നാട അഴിച്ചു മാറ്റി. നമുക്ക് ഏകദേശം ഒരു 10 തൈയോളം 2 വെറൈറ്റിയിൽ നിന്ന് ബഡ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്.
ഇത് ഈ തണലത്ത് ഭാഗികമായുള്ള തണലത്ത് കുറച്ച് ദിവസം കൂടെ വെച്ചിരുന്നാൽ ഇതിൽ നിന്ന് മുളകൾ പൊട്ടി വരുന്നതാണ്. ഇത് പിടിച്ച ബഡിൽ നിന്ന് ആ മുകുളം പൊട്ടി വരുന്നത് നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ റൂട്ട് സ്റ്റോക്കിൽ നിന്നും മുളകൾ വരും. അത് നമ്മൾ നോക്കി എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കണം. ഇനിയൊരു പിടിച്ച ശേഷം നമ്മൾ റൂട്ട് സ്റ്റോക്കിൻ്റെ തലയ്ക്ക് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നഷ്ടപ്പെട്ടു പോയ ഒരു ബഡാണിത്. ബഡ് ചെയ്ത് 30 ദിവസം കഴിയുന്നതിന് മുൻപേ പ്ലാസ്റ്റിക് നാട അഴിച്ചത് കൊണ്ട് നഷ്ടപ്പെട്ട ബഡുകളാണിത്. ഇത് ബഡ് ചെയ്ത ദിവസം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാത്തത് കൊണ്ട് സംഭവിച്ചൊരു പിഴവാണ്. നിങ്ങൾ ബഡ് ചെയ്യുമ്പോൾ ബഡ് ചെയ്യുന്ന ദിവസവും അത് അഴിക്കേണ്ട ദിവസവും ഏകദേശം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ ഇത്തരം പിഴവുകൾ ഒഴിവാക്കാം. ഇനി നിങ്ങൾ ബഡ് ചെയ്ത് വെച്ച ഡേറ്റ് മറന്നുപോയെങ്കിൽ ഇത് അഴിക്കാറായോ എന്ന് മനസ്സിലാക്കാൻ ഒരു വഴി പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ 2 പിടിച്ച ബഡുകളുണ്ട്. ഒന്ന് ഇടതുവശത്ത് കാണുന്നത് അല്പം നേരത്തെ അഴിച്ചതും വലതുവശത്ത് കാണുന്നത് നന്നായി സമയം കൊടുത്ത് 30 ദിവസത്തിന് ശേഷം അഴിച്ചതുമാണ്. അത് ശ്രദ്ധിച്ചറിയാം, വലതുവശത്തുള്ളതിൽ നന്നായിട്ട് തോല് വളർന്നു കയറിയിട്ടുണ്ട്. ഈ ഒരു ബഡ് ഇതൊരല്പം നേരത്തെ അഴിച്ചതാണ്. അതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ബഡിനും ബഡ്വുഡിലെ മുറിവിനും ഇടയിൽ തോലിപ്പോഴും വളർന്നു കയറാനുണ്ട്. നന്നായിട്ട് സമയമെടുത്താൽ ഈ തോല് ശരിക്കും ബഡ്വുഡിൽ വളർന്നു കയറുന്നതാണ്. ഈ ഒരു ബഡ് ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ അടിഭാഗത്ത് ബഡിൻ്റെ അടിഭാഗത്ത് കുറച്ച് തോല് വളർന്നു കയറാനുണ്ട്. നല്ല ആരോഗ്യമുള്ള റൂട്ട് സ്റ്റോക്കിൽ ബഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുന്നതാണെങ്കിൽ ഒരു 30 ദിവസം കൊണ്ട് ഈ തോല് വളർന്നു കയറും. ഇതുപോലെ ഗ്യാപ്പുകളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് ബഡ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള ചിത്രമാണ്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ സൈഡിൽ തോല് വളർന്നു കയറാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട് തോല് വളർന്നു കയറിയിട്ടില്ല. ഈ സമയത്ത് അഴിച്ചു കഴിഞ്ഞാൽ ബഡ് ഫെയിലാവും. ഇതൊരു 30 ദിവസം കഴിഞ്ഞൊരു ബഡിൻ്റെ ചിത്രമാണ്. ഇതിൽ കാണാം 4 വശത്തു നിന്നും തോല് വളർന്നു കയറിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ചുറ്റിയിരിക്കുന്ന ടേപ്പ് അല്പം ബൾജ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഈ ബഡ് അഴിക്കാൻ തയ്യാറായിട്ടുള്ളതാണ്. ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നു തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം തോല് നന്നായിട്ട് വളർന്നു കയറി നല്ല തിക്കായിട്ടുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബഡ് അഴിച്ച് നമുക്ക് എടുക്കുകയാണെങ്കിൽ അത് സക്സസ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ പിടിച്ച ബഡിൽ നിന്നുള്ള മുകുളം പുതിയ പൊടിപ്പ് വരുന്നത് വളരെ പെട്ടെന്ന് ഇതേപോലെ ആഴ്ചകൾ കൊണ്ട് വളർന്ന് വലുതായി വരും. ഏകദേശം ഒരു 3 മാസത്തിൽ നമ്മൾക്ക് നടാൻ പാകത്തിൽ ഈ ബഡ് പിടിച്ച ബഡ് റെഡിയായി വരും. ഇനി ഞാൻ ചെയ്ത് സക്സസ്സായ ഫീൽഡ് ബഡുകൾ കാണിച്ചു തരാം. അതായത് നമ്മുടെ പറമ്പിൽ തനിയെ മുളച്ചു വരുന്ന പ്ലാവിൻ്റെ തൈകളിൽ, നല്ല കരുത്തുള്ള പ്ലാവിൻ്റെ തൈകളിൽ നമുക്ക് ബഡ് ചെയ്ത് നല്ല ഇനങ്ങൾ ബഡ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. ഇതൊരു J33 പ്ലാവിൻ്റെ ബഡാണ് ഇവിടെ പിടിച്ചു കിട്ടിയിരിക്കുന്നത്. അതിൽ 2 ബഡ് ചെയ്തു, 2ഉം പിടിച്ചു. അതിൽ മുകളിൽ ചെയ്ത ബഡിൽ നിന്നുള്ള മുകുളം അതിന് നല്ല ഗ്രോത്ത് ഉണ്ട്. ഇതൊരു 6 മാസം കൊണ്ട് ഉണ്ടായ വളർച്ചയാണിത്. ഇനിയൊന്ന് ഞാനതിൽ 2 ബഡ് ചെയ്തു ഈ പ്ലാവിൻ്റെ തൈയിൽ, അടുത്ത പ്ലാവിൻ്റെ തൈയിൽ. അതിൽ ആദ്യത്തേത് ഫെയിലിയറായി, രണ്ടാമത്തേതാണ് പിടിച്ചു കിട്ടിയത്. ഇതൊരു മലേഷ്യൻ പ്ലാവിനമാണ്. ഇത് ഏകദേശം 1 വർഷത്തോളം പ്രായമായ ഒരു തൈയാണ്. ബഡ് ചെയ്ത ശേഷം 1 വർഷത്തോളം പ്രായമായ തൈയാണ്. ഇതിന് നല്ല വളർച്ചയുണ്ട്. അടുത്തതായി കാണിക്കുന്നത് ഒരു വലിയ പ്ലാവ്, ചക്ക മോശമായതുകൊണ്ട് വെട്ടിക്കളഞ്ഞ് വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു. അതിൻ്റെ കുറ്റിയിൽ നിന്ന് മുളച്ചു വന്ന 2 പൊടിപ്പുകളിൽ ഒന്നിൽ കംബോഡിയൻ ജാക്കും മറ്റൊന്നിൽ താമര ചക്കയും ബഡ് ചെയ്ത് വെച്ചു. അതിൻ്റെ മുകുളങ്ങൾ ബഡ് ചെയ്ത് വെച്ചു. അത് 2 പിടിച്ചു കിട്ടി. പിടിച്ചു കിട്ടിയ 2 ബഡിൽ നിന്ന് വന്ന പൊടിപ്പിൻ്റെ 1 വർഷം കൊണ്ടുണ്ടായ ഗ്രോത്താണ് നിങ്ങൾ കണ്ടത്. ഇത് ആ പ്ലാവിൻ്റെ, പഴയ പ്ലാവിൻ്റെ അടിഭാഗമാണ്.
അതിൽ നിന്ന് പൊടിച്ചു വന്ന 2 പൊടിപ്പുകളിലാണ് നമ്മൾ ബഡ് ചെയ്തത്. ഇങ്ങനെയുള്ള തൈകളിൽ ബഡ് ചെയ്തുണ്ടാക്കുന്ന തൈകൾക്ക് നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് വളരാനും അതേപോലെ തന്നെ കായ്ക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ബഡ്ഡിങ് അറിഞ്ഞിരുന്നാൽ പറമ്പിൽ നമ്മൾ വെട്ടിക്കളയാൻ നിർത്തിയിരിക്കുന്ന പ്ലാവിൻ്റെ തൈകളിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള പ്ലാവിനങ്ങൾ പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും. സാധിക്കുന്നവരെല്ലാവരും ബഡ്ഡിങ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ബഡ്ഡിങ്ങിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ 4 വീഡിയോകളും കണ്ട ശേഷം ഏതെങ്കിലും സംശയങ്ങളുള്ളവർക്ക് എന്നെ വിളിക്കാം. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.